ചെർക്കള കല്ലടുക്ക റോഡിലൂടെയുള്ള യാത്രക്കാരുടെ ദുരന്ത യാത്ര. സർക്കാരോ ബന്ധപ്പെട്ട പൊതുമരാമത്തോ ജില്ലാധികാരികളോ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 1 വർഷത്തോളമായി റോഡുകൾ താറുമാറായി കിടക്കുന്നു. കല്ലടക്ക മുതൽ ഉക്കിനടക്ക വരെ റോഡിന്റെ പണി പൂർത്തീകരിക്കുകയും ഉക്കിനടക്ക മുതൽ ചെർക്കള വരെ പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വൻ ക്രമക്കേടുകൾ നടന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കർണാടകയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ് ഇന്ന് ഈ അവസ്ഥയിലായത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിവെച്ചത്. പൊതുജനത്തെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഉത്തരവാദപ്പെട്ടവർ കാണുന്നില്ലേ? എത്ര വലിയ അനാസ്ഥയാണ് കാണിച്ചത്! സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് കരാറുകാർ ഇത്ര വലിയ അനാസ്ഥ കാണിച്ചത്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് സർക്കാർ ഇത് കാണാതെ പോയി? എന്നിട്ടും ഇവിടത്തെ സർക്കാരിനോ ബന്ധപ്പെട്ടവർക്കോ യാതൊരു കൂശലുമില്ല. 40 കോടിയിലധികം തുക ചിലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ചെർക്കള മുതൽ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡിന്റെ നേർക്കാഴ്ച വളരെ ദയനീയമാണ്. കർണാടക അതിർത്തിയിലേക്ക് കടന്നുപോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശീയപാതയുടെ പണി ഭാഗികമായി പൂർത്തിയാക്കി നിർത്തുകയായിരുന്നു. വലിയ അപകട ഭീഷണിയാണ് യാത്രക്കാർ നേരിടുന്നത്. ഈ പാതയിലൂടെ യാത്രക്കാർ ജീവൻ പോലും അപായത്തിലാണ്. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളും മറ്റു അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട രോഗികളെയും വഹിച്ച് ഈ മരണപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. നിത്യേന വളരെ അത്യാവശ്യത്തിനു വേണ്ടി 100 കണക്കിന് സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹം സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഇപ്പോൾ തീർത്തും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ ആരംഭിക്കുന്നതോടെ ഇത് കൂടുതൽ സ്ഥിതി അതിസങ്കീർണമാകും. യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും നടുവെടിയുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് സമീപകാലത്ത് പണി പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ച ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണം. കാലവർഷം തൊട്ടു നിൽക്കുമ്പോൾ റോഡിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താനോ കുഴികൾ അടയ്ക്കാനോ തയ്യാറാവാത്തത് ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ഉത്തരവാദപ്പെട്ടവർ കാണിക്കുന്നത്. മഴ വന്നാൽ കുഴികളിൽ മഴവെള്ളം കെട്ടി നിൽക്കുകയും വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത്. കാലവർഷം തുടങ്ങിയതോടെ മഴവെള്ളം കുഴിയിൽ കിട്ടിക്കിട്ടെന്ന് കുഴികൾ കാണാതെ ഇവിടെ അപകടം പതിവായിരിക്കുന്നു. വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതിനാൽ ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഈ പ്രശ്നം അടിയന്തിരമായി പരിഗണിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോടും ബന്ധപ്പെട്ട വകുപ്പിനോടും ആവശ്യപ്പെടുന്നു. കർണാടകയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ് ഇന്ന് ഈ അവസ്ഥയിലായത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിവെച്ചത്. പൊതുജനത്തെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഉത്തരവാദപ്പെട്ടവർ കാണുന്നില്ലേ? എത്ര വലിയ അനാസ്ഥയാണ് കാണിച്ചത്! സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് കരാറുകാർ ഇത്ര വലിയ അനാസ്ഥ കാണിച്ചത്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് സർക്കാർ ഇത് കാണാതെ പോയി? 40 കോടിയിലധികം തുക ചെലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ചെർക്കള മുതൽ ഉക്കിനടക്ക മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡിന്റെ നേർക്കാഴ്ച വളരെ ദയനീയമാണ്. കർണാടക അതിർത്തിയിലേക്ക് കടന്നുപോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശീയപാതയുടെ പണി ഭാഗികമായി പൂർത്തിയാക്കി നിർത്തുകയായിരുന്നു. വലിയ അപകട ഭീഷണിയാണ് യാത്രക്കാർ നേരിടുന്നത്. ഈ പാതയിലൂടെ യാത്രക്കാർ ജീവൻ പോലും അപായത്തിലാണ്. ഉക്കിനടക്ക മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളും മറ്റു അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട രോഗികളെയും വഹിച്ച് ഈ മരണപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. നിത്യേന വളരെ അത്യാവശ്യത്തിനു വേണ്ടി 100 കണക്കിന് സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹം സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഇപ്പോൾ തീർത്തും ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നത്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ ആരംഭിക്കുന്നതോടെ ഇത് കൂടുതൽ സ്ഥിതി അതിസങ്കീർണമാകും. യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും നടുവെടിയുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് സമീപകാലത്ത് പണി പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ച ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണം. കാലവർഷം തൊട്ടു നിൽക്കുമ്പോൾ റോഡിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താനോ കുഴികൾ അടയ്ക്കാനോ തയ്യാറാവാത്തത് ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ഉത്തരവാദിത്തം